ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു മോരൊഴിച്ച് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളരിക്ക വെച്ചിട്ടാണ് ഈ മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അരപ്പുണ്ടാക്കണം. അതിനകത്തേക്ക് ജീരകം, പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, തേങ്ങയെല്ലാം ഇട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് തൈര് ചേർക്കുക. കട്ട തൈര് ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ അരപ്പ് കറിയിലേക്ക് ചേർക്കേണ്ടതാണ്. നമ്മുടെ കറി ഏകദേശം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ശകലം മുളക് പൊടിയുടെ നേരത്തിടാൻ മറന്നു ഇതാണ് ഇട്ട് അത് കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കണത്. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർത്ത് ഈ അരപ്പ് എന്ന് പറയുന്നത് തൈരും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അരച്ചതാണ്. അത് അധികം ഒന്നും തിളപ്പിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പൊന്തി വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മോരൊഴിച്ച് കൂട്ടാൻ റെഡി ആയിരിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. എക്സ്ട്രാ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക. അധികം തിളച്ച് പോകരുത്, ശ്രദ്ധിക്കണം. ഇത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് പോരായ്ക ഉണ്ടായിരുന്നു. ഉപ്പ് ചേർത്തതാണ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടണം. ഏകദേശം നമ്മുടെ മോരൊഴിച്ച് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാൻ വയ്ക്കുക. അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഉലുവ ഇട്ടു, വറ്റൽമുളക് ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില എല്ലാം ഇട്ട് നമുക്ക് കറിയിലേക്ക് വറവൊഴിക്കാം. മോരൊഴിച്ച് കൂട്ടാൻ റെഡിയായി. നമുക്കിനി ഊണ് കഴിക്കാം. താങ്ക് യു. ബായ്.